സ്വലാത്തുകളെ നമ്മൾ കാര്യമാക്കണം. ഒരുപാട് സ്വലാത്തുകളുണ്ട്. ഇബ്രാഹിമിയ സ്വലാത്ത്, ആയത്ത് സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ, ആദി സ്വലാത്ത്, ഇങ്ങനെ ഒരുപാട് ഒട്ടനേകം സ്വലാത്ത് നമ്മൾ കേൾക്കുന്നവരുണ്ട്. എല്ലാ സ്വലാത്തും എല്ലാവർക്കും ദായിമാക്കാനോ ചൊല്ലാൻ സാധിക്കണമെന്നില്ല. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള മഹത്വങ്ങളുണ്ട്. ആയത്ത് സ്വലാത്ത് വളരെ പ്രധാനപ്പെട്ട സ്വലാത്താണ്. സ്വലാത്തുൽ ഫാത്തിഹ വളരെ പ്രധാനപ്പെട്ട സ്വലാത്താണ്. ഒരുപാട് ആലിമീങ്ങൾ സാദാത്യങ്ങളൊക്കെ ദായിമാക്കുന്ന വളരെ പ്രാധാന്യമുള്ള സ്വലാത്താണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലി നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ഇനി അതൊന്നും അറിയാൻ നമ്മൾ സാധാരണ ചൊല്ലുന്ന സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം എന്ന ദിക്റോ ആ സ്വലാത്തോ നമ്മളെ കൊണ്ട് കഴിയുന്ന ഏതാണോ അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പ്രതിപാദിക്കും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള നമ്മുടെ ആ കണക്ഷൻ അത് നിലനിന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ നമ്മുടെ ഈ പരിപാടി ലൈവ് ഉണ്ടെങ്കിൽ നമ്മൾ ലൈവിന്റെ മുമ്പ് ആദ്യം കൊടുക്കുക. എന്താ ചെയ്യാ? ലൈവ് കാണുന്ന ആൾക്ക് എന്ത് വിട്ട് കൊടുക്കണം? ലിങ്ക് വിട്ട് കൊടുക്കണ്ടേ? ലിങ്ക് കൊടുത്താലേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ പരിപാടിയിൽ കയറി ആ പരിപാടി കാണാൻ പറ്റുള്ളൂ. ഇന്ന് KGF സ്വലാത്ത് പരിവാസികളുടെ പരിപാടി ഉണ്ട്. അപ്പൊ വൈകുന്നേരം 7 മണിക്ക് ആരംഭിക്കും എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ പറ്റൂല, അറിയാനേ പറ്റുള്ളൂ, കണക്ഷൻ ഉണ്ടാവില്ല. നമ്മളൊക്കെ നബിസല്ലല്ലാഹു അറിയുന്നവരാണ്, പക്ഷെ നമുക്കെന്തില്ല, കണക്ഷൻ കുറവാണ്. കാരണം നമുക്ക് ആ ലിങ്ക് ശരിക്കും കിട്ടിയിട്ടില്ല. ഇനി കിട്ടിയെടുക്കുകയാണെങ്കിൽ അടിച്ചിട്ടും റേഞ്ചിന് വരുന്നില്ല. ആ റേഞ്ച് കിട്ടാനുള്ള റീചാർജ് ചെയ്യാനുള്ള നെറ്റാണ് ആ കണക്ഷൻ കൊടുക്കുന്നത്. ഒരാൾക്ക് ലിങ്ക് കിട്ടി, അത് മൊബൈൽ അടിച്ച് അത് പോണെങ്കിൽ മൊബൈൽ എന്ത് വേണം? നെറ്റ് വേണ്ടേ? അതൊക്കെ നമ്മൾ സിമുലേറ്റ് കേട്ടണം, അല്ലെങ്കിൽ വൈഫൈ സംവിധാനം വേണം. ഈ സംവിധാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും തന്നെ കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള അങ്ങനെ നബിയുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞിട്ടാണ് ഞാൻ മുസ്ലിമായിരുന്നൊക്കെ നമുക്കറിയാം. നാളെ ശഫാഅത്തും മൗദുൽ കൗസറും ആദ്യമായി ഖിയാമത്താണ് എഴുന്നേറ്റ് വരുന്ന ആളും റഹ്മത്തുൽ ആലമീനും ഒക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമുക്കറിയാം. ഇതൊക്കെ നമുക്കറിയും. പക്ഷേ നമുക്ക് ആ ലിങ്ക് ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആ ലിങ്കിൽ കയറി വർക്ക് ചെയ്യാനുള്ള അതിലേക്കുള്ള ഒരു ത്വരീഖായിട്ട് മഹാന്മാരായ ആളുകൾ സ്വീകരിച്ച വഴിയാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ലിങ്കാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവിന്റെ മാലാഖമാരും അവരുടെ മേൽ സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളും അല്ലാഹുവിന്റെ മേൽ സ്വലാത്ത്, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അണമുറിയാതെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാഹമായിട്ടായിരിക്കണം സ്വലാത്ത്. അതിന്റെ ഹൈദ് പ്രസല്ല, സ്ത്രീകൾക്ക് ഹൈദുണ്ടെങ്കിൽ സ്വലാത്ത് ചൊല്ലാം, ആണുങ്ങൾക്ക് ജനാബത്തുണ്ടെങ്കിൽ സ്വലാത്ത് ചൊല്ലാം, വുദൂ ഉണ്ടെങ്കിൽ സ്വലാത്ത് ചൊല്ലാം, വുദൂ ഇല്ലാതെ സ്വലാത്ത് ചൊല്ലാം. വാഹനത്തിനും അടുക്കളയിലും അടുക്കള ജോലിക്കിടയിലുമാണെങ്കിൽ സ്വലാത്ത് ചൊല്ലാം. എവിടെയും ഒരു തടസ്സമില്ലാതെ ചൊല്ലാൻ പറ്റുന്ന ഒരു ഇബാദത്താണ് പരിശുദ്ധമായ സ്വലാത്ത്. നിസ്കരിക്കാൻ ഒന്നും വേണം, നിസ്കാരത്തിന് കിബിലേക്ക് മുന്നേണം, ഒരുപാട് ശർത്ത് പാലിക്കണം. സ്വലാത്തിനൊന്നുമില്ല. എവിടെയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും സ്വലാത്തില്ല. പിന്നെ ബഹുമാനത്തിന്റെ ഭാഗമായിട്ട് ഒന്നുകൂടെ ചെല്ലുക, ആദരവോടുകൂടെ ചെല്ലുക മറ്റൊരു വിഷയമാണ്. അടിസ്ഥാനപരമായിട്ട് ഒരാൾക്ക് സ്വലാത്ത് ചെല്ലാൻ, സ്ത്രീകൾക്ക് ആയതുള്ളപ്പോൾ ചെല്ലാം, ആണുങ്ങൾക്ക് എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ അപ്പോഴും ചെല്ലാം, ഒരു പ്രശ്നമില്ല. അതിന്റെ കാരണം മഹാന്മാർ വിശദീകരിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കാൻ എപ്പോഴും ഒരു സമയത്ത് ഒരു തടസ്സം വരാൻ പാടില്ല എന്നതാണ്. അല്ലെങ്കിൽ ഒരു മാനദണ്ഡം വെക്കും, ശുദ്ധിയുള്ളവർ ചെല്ലാൻ പാടുള്ളൂ, ഓടുള്ളവർ ചെല്ലാൻ പറ്റുള്ളൂ, അങ്ങനെ മാനദണ്ഡമില്ലല്ലോ. അതിന്റെ കാരണം എന്താ? ഏത് സമയത്തും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള കണക്ഷൻ
അവിടെ ഉമ്മത്തികളായ നമുക്ക് നിരന്തരമായി ഉണ്ടായിരിക്കണം. അതിന്റെ യാതൊരു കോട്ടവും തടസ്സവും വരാൻ പാടില്ല. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യുസല്ലൂന ചൊല്ലിക്കൊണ്ടേയിരിക്കണമെന്ന് നമ്മളോട് പറഞ്ഞു തന്ന ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് മഹാന്മാരായ ആലിമീങ്ങളും സൂഫിയാക്കളും മഹത്തുക്കളായ ആളുകൾ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു നമുക്ക് ദായിമാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഹബീബിനെ നമ്മൾ നല്ല ഇഷ്ടപ്പെടുക. എല്ലാ രക്ഷകനും ഹബീബാണ്. ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. നബിയുടെ പ്രിയപ്പെട്ട ഉമ്മയേക്കാൾ എന്നെ 10 മാസം ഗർഭം ധരിച്ച് നൊന്ത് പ്രസവിച്ച് എനിക്ക് മുലപ്പാല് തന്ന് എന്നെ വളരെ കൃത്യമായി പരിപാലിച്ച് എന്നെ പോറ്റി വളർത്തുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്. രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്ത് എന്നെ പൊന്നുപോലെ നോക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പയുണ്ട്. ആ ഉപ്പയെക്കാളും ഉമ്മയെക്കാളും എനിക്ക് ഏറ്റവും ഹൈറായവർ, എനിക്ക് ഏറ്റവും ബന്ധപ്പെട്ടവര്, എനിക്ക് ഏറ്റവും സ്നേഹിക്കാൻ അർഹതപ്പെട്ടവര് നബിയേ യാ സയ്യിദി ഖൈറൻ നബി. നേതാവായ നബി അങ്ങാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉപ്പിയൊക്കെ ഉണ്ട്, അവരെക്കാൾ എനിക്ക് ഏറ്റവും മഹത്തായത് അങ്ങയോടാണ്. കാരണം അവരെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചതെന്നാണ്, അവരുണ്ടാകാൻ കാരണവും അങ്ങാണ് നബിയെ. അവരാരാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയതെന്നാണ്. അതുകൊണ്ട് എന്റെ ഉമ്മയെക്കാൾ എനിക്ക് സ്നേഹം, എന്റെ ഉപ്പയേക്കാൾ എനിക്ക് ബന്ധം അങ്ങയോടാണ് നബി എന്ന് നമ്മൾ പരിശുദ്ധമായ മങ്കൂസ് മൗലിദിന്റെ വരികൾക്കിടയിലൂടെ പറയാറുണ്ട്. അല്ലാഹു തആല അത് പ്രായോഗികമാക്കുവാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെടുക. അല്ലാഹുവിന്റെ റസൂലിനോട് നമുക്ക് മഹബത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ മഹബത്ത് വെക്കുക. ഒരുപാട് ആളുകൾ മഹബത്ത് വെച്ച ധാരാളം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന സംഭവങ്ങളൊക്കെ ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിൽ കാണാൻ കഴിയും. അവരൊന്നും സ്നേഹിച്ചതുപോലെ നമുക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും മുഹമ്മദ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ തൊടുമ്പോൾ ഒതുവോടുകൂടെ ഇല്ലാത്ത തൊടാത്ത ആളുകൾ വരെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയി. ഒരാളുടെ പേര് മുഹമ്മദാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരുള്ള ആളായതുകൊണ്ട് ആ പേര് വിളിക്കുമ്പോൾ, അയാൾ സ്പർശിക്കുമ്പോൾ ഞാൻ ഒന്നുമില്ലാതെ ആ പേര് പറയില്ല എന്ന് പറഞ്ഞ ആശക്യങ്ങളായ ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എത്രയോ മുഹമ്മദുമാരെ പരിചയപ്പെടുന്നു, അവരെ നമ്മൾ ചീത്ത വിളിക്കുന്നു. അവരുടെ പേര് റസൂലുള്ളാഹിന്റെ പേരാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ പേര് ചേർന്ന് നമ്മൾ അവരോട് ദേഷ്യം പിടിക്കുന്നു, അവരെ ചീത്ത വിളിക്കുന്നു. ആ പേരിനോട് മറ്റേതെങ്കിലും ജീവജാലങ്ങളുടെ പേര് കൂട്ടിയിട്ട് അവൻ ഇന്ന ആളാണെന്നൊക്കെ നമ്മൾ പറയുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആ പേരിന് വരെ ആദരവ് കാണിച്ച ആളുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായിട്ടുള്ള പേര് കേൾക്കുമ്പോൾ ആദരവോടുകൂടി എഴുന്നേറ്റുന്ന ആളുകൾ. നമ്മൾ അഷ്റഫിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ എഴുന്നേൽക്കാറുണ്ട്. പക്ഷേ സദാസമയത്തും എവിടെ റസൂലുള്ളാഹിന്റെ പേര് കേട്ടോ അപ്പൊ സ്വലാത്തിനില്ല, അപ്പൊ എഴുന്നേറ്റിരിക്കുക. സിദ്ദീഖ് തങ്ങൾ ദിവസം പള്ളിയിലേക്ക് കാണുന്നില്ല. പള്ളിയിലേക്ക് കാണാതെയായപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അന്വേഷിച്ച് എവിടെ പോയി? സ്വഹാബത്തിനെ പലയിടത്തും അന്വേഷിച്ച് കാണുന്നില്ല. അവർ തിരിച്ചൊന്ന് പറഞ്ഞു കാണുന്നില്ല. ആ സിദ്ദീഖിനെ കാണാനൊരു മാർഗമുണ്ട്. നിങ്ങൾ എല്ലാ വീടിന്റെ അരികിൽ പോയിട്ട് എന്റെ പേരുകൾ വിളിച്ചു പറഞ്ഞാൽ മതി. അവ സിദ്ദീഖ് ഏത് വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും അവിടുന്ന് സ്വലാത്ത് ചെല്ലും. ഇവർ ഓരോ വീടിനരികിൽ ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞു. അവസാനം വീട്ടിന്റെ അരികിൽ റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവേശത്തോട് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായി സിദ്ദീഖ് തങ്ങളോടുണ്ട്. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരാൻ ഡ്രസ്സില്ലാതെ ഒരാൾ യാചകൻ വന്നിട്ട്, ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് അതിയ ചെയ്യാൻ വേണ്ടി പറഞ്ഞവർ ഡ്രസ്സ് തരുമെന്ന് ചോദിച്ചു. സിദ്ദീഖ് തങ്ങളെടുത്ത ഡ്രസ്സ് കൊടുത്തു. എന്നിട്ട് ഏതോ ഒരു ഇലകളെ കൊണ്ട് കോർത്തിണക്കിയിട്ട് തൽക്കാലം തന്നെ അവിടത്ത് മറച്ചിട്ട് വീട്ടിൽ നിന്ന് സിദ്ദീഖ് തങ്ങൾ ഇരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റസൂൽ അന്വേഷിക്കാൻ പറഞ്ഞ പള്ളിയിലേക്ക് കാണാതായപ്പോൾ അതിനടയാളം പറഞ്ഞു കൊടുത്ത് എന്റെ പേര് പറഞ്ഞാൽ എവിടെയാണെങ്കിലും സിദ്ദീഖിന്റെ പേര് കേട്ടാൽ ഉടനെ തന്നെ സ്വലാത്ത് ചൊല്ലുന്നതാണ്. അങ്ങനെയാണ്
അവർക്ക് ഹബീബായ മുത്തുനബിയുടെ സ്വലാത്തിനെയും സലാമിനെയും ഒക്കെ ഇഷ്ടപ്പെട്ടത്. പരിശുദ്ധമായ മദീനയുടെ മണ്ണിലെ ചെരിപ്പ് ധരിച്ചുകൊണ്ട് ഞാൻ നടക്കൂല എന്ന് പറഞ്ഞ മഹാന്മാരായ ഇമാമിങ്ങളുണ്ട്. മദീനത്ത് റസൂലുള്ളാഹിന്റെ റൗളയുള്ള പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ ചുറ്റുഭാഗത്തു ഞാൻ മദീന ഹറം എന്ന് പറഞ്ഞപ്പെട്ട ബൗണ്ടറിയുടെ ഉള്ളിലെ വാഹനത്തിന്റെ മുകളിലൂടെ ഞാൻ സഞ്ചരിക്കൂല എന്ന് പറഞ്ഞ ആശിഖീങ്ങളായ ആളുകളും ചരിത്രത്തിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ പോലെയൊന്നും റസൂലുള്ളാഹിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഈമാൻ നമുക്കില്ലെങ്കിലും സ്വലാത്തൊക്കെ നമുക്ക് ചെല്ലാമല്ലോ, സ്വലാത്തിന്റെ മജ്‌ലിസിലൊക്കെ പങ്കെടുക്കാമല്ലോ. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സ്വലാത്തുകളൊക്കെ ചൊല്ലി മുത്തുനബിയെ നമ്മൾ സ്നേഹിക്കുക, മുത്തുനബിയുടെ കുടുംബത്തെ നമ്മൾ സ്നേഹിക്കുക, അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളെ സ്വാലിഹീങ്ങളെ നമ്മൾ സ്നേഹിക്കുക. അവരോടൊക്കെ നമ്മൾ കാണിക്കുന്ന സ്നേഹം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അത് ഖിയാമത്ത് നാളിൽ നാളെ പരലോകത്ത് നമുക്ക് വിജയിക്കാനുള്ള മാർഗമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഇഷ്ടപ്പെട്ട എല്ലാവരോടും നമ്മൾ സ്നേഹം കാണിക്കുക. ഔലിയാക്കളോട്, സൂഫിയാക്കളോട്, സ്വാലിഹീങ്ങളോട്. യഥാർത്ഥ അല്ലാഹുവിന്റെ മഹാന്മാരെ ഔലിയാക്കൾ പറഞ്ഞ് അടിക്കുന്ന ആളുകളുണ്ടാവും, ഔലിയാക്കൾ എന്ന് പറഞ്ഞിട്ട് വേഷങ്ങൾ കെട്ടുന്ന ആളുകളുണ്ടാവും. അവരെയല്ല യഥാർത്ഥ ഔലിയാണെന്ന് ആലിമീങ്ങൾ വിജയിച്ചിട്ടുള്ള മഹാന്മാരായ ആളുകളോട് നമ്മളെ ബന്ധപ്പെടുത്തുക. അവരുടെ വാക്കുകളും അവരുടെ ജീവിതകാലം നമ്മൾ അവരോട് ചെന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതുപോലെ അവരുടെ വഫാത്തിന് ശേഷം നമ്മൾ അവരിൽ ചെന്നുകൊണ്ട് അവരെ മുന്നത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അതൊക്കെ നമ്മൾ ചെയ്യാം. നമ്മുടെ ഈ വെള്ളിപ്പാലിന്റെ വെള്ളിക്കുമാരിൽപ്പെട്ട ഒരാൾ വലിയ പ്രഗത്ഭനായ സയ്യിദാണ്, ഒരുപാട് കറാമത്തിന്റെ ഉടമയാണ്. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെടുത്ത് വെള്ളിയാമ്പലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഞങ്ങളുടെ കണ്ണങ്കരയിൽ നിന്ന് 1.5 കിലോമീറ്റർ സ്ഥലമാണ് വെള്ളിയാമ്പലം. അവിടെ ഞാൻ ആ ഭാഗത്തൂടെ നടന്നു പോണ സമയത്ത് ഒരു ഹൈന്ദവനായ സഹോദരൻ വന്നിട്ട് ഓർമ്മ ശരിയാവുന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറയാറുണ്ടല്ലോ വെള്ളമുള്ളടത്തൊക്കെ മീനുണ്ടാവും, അപ്പൊ ഈ തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്താണ്. വെള്ളമുള്ളടത്തൊക്കെ മീനുണ്ടാവും എന്ന് പറയാറുണ്ടല്ലോ, എന്നാൽ തേങ്ങയുടെ ഉള്ളിൽ എന്തുണ്ടാവും? വെള്ളം ഉണ്ടാവും. എന്നാ പിന്നെ തേങ്ങയുടെ ഉള്ളിൽ തങ്ങും വരാനെ മീനുണ്ടാവും എന്ന് ചോദിച്ചു. ആ ഉണ്ടാവുന്നുണ്ടോ? ആര്? ഇവിടെ കിടക്കുന്ന വല്യപ്പാന്റെ വേറെ വല്യപ്പ. ആ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ടാവുന്ന വെച്ചാൽ ഉണ്ടാവുന്നുണ്ട്. തേങ്ങ എടുക്കുന്നുണ്ട്. ഇയാളൊപ്പം തന്നെ ഒരു തേങ്ങ പറിച്ചു കൊടുത്ത് വെട്ടാൻ പറഞ്ഞു. വെട്ടി മുറിച്ച് അവസാനം തേങ്ങ 2 കഷ്ണമാക്കിയപ്പോൾ അതിനുള്ളിൽ എന്തുണ്ട്? അങ്ങനത്തെ പാരമ്പര്യമുള്ള മഹാന്മാരായ സാധാർത്ഥ്യങ്ങളാണ് ഇവിടെ അന്ത്യപ്പെടുന്നത്. ഇവരുടെ വല്യപ്പന്മാരിൽപ്പെട്ട പല ആളുകളും മമ്പറത്തേക്ക് പോകുമ്പോൾ, മമ്പർ കുത്തുബുസമാന്റെ കാലഘട്ടത്തിൽ മമ്പർ തങ്ങളെ ബഹുമാനപ്പെട്ടവരെ കാണാൻ വേണ്ടി പോകുമ്പോൾ വൈകുന്നേരം ഒരു തങ്ങളിൽപ്പെട്ട വല്യപ്പ പറഞ്ഞ് ഞങ്ങട്ട് കൊണ്ടാണ് ഇവിടെ തന്നാളെ പറഞ്ഞു. പഴത്തിന്റെ വില കൊണ്ടുപോകും. നല്ല പഴുത്ത അപ്പത്തിന് പിന്നെ തോട്ടം നെരിഞ്ഞു കൊണ്ടുപോകണം, നല്ല ചാക്കിന് കെട്ടി കൊണ്ടുപോകണം. വല്യപ്പ എവിടെ ഇറക്കിക്കാട് കൊണ്ടുപോകാറ്. അയാൾ സംഭവിച്ചില്ലായിരുന്നു. നേരെ മമ്പറത്ത് കൊണ്ടുപോയി. മമ്പറത്തെ പാപ്പാനായിട്ട് എത്തിയപ്പോൾ ചാക്ക് തുറന്ന് പഴം മുഴുവൻ ചീറ്റിക്കണം. പുതിയ തോട്ടത്തിൽ നിന്ന് എടുത്ത പഴം മുഴുവനായി ചീറ്റിട്ടുണ്ട്. അപ്പൊ തങ്ങൾ പറഞ്ഞ് മമ്പർ തങ്ങൾ പറഞ്ഞ് വരുന്ന വൈകി കാര്യം ചോദിച്ചെന്ന് ചോദിച്ചത് അവിടെ കൊണ്ടു കൊടുക്കുന്നത്. ആ ചാക്ക് എവിടെ കൊണ്ട് നോക്കുമ്പോഴാം നല്ല പ്യൂർ പഴം. അപ്പൊ ഈ കറാമത്തുള്ളത് കൊണ്ടല്ല മഹാന്മാരാകും. അങ്ങനെ ചിന്തിക്കാനും പാടില്ല. കറാമത്തുണ്ടായാലേ വലിയ തങ്ങളാവുള്ളൂ, വലിയ അങ്ങനൊന്നുമില്ല. ഇസ്ലാമിന് അങ്ങനെയില്ല. കുറെ കറാമത്തുണ്ടായ വലിയ ആള്, കുറച്ച് കറാമത്തുള്ള ചെറിയ വലിയ, അങ്ങനൊന്നുമില്ല. കറാമത്ത് സംഭവിക്കാതിരിക്കാം. കറാമത്ത് വെച്ചിട്ടല്ലേ നമ്മൾ അവരെ അടക്കുന്നത്. പക്ഷെ അവരെ പരിചയപ്പെടുത്തിയപ്പോൾ പൊതുവെ സംഭവങ്ങൾ ഓർമ്മ വന്നപ്പോൾ യാദൃശ്ചികമായി പറഞ്ഞു എന്ന് മാത്രം. അതിന്റെ ബേസ് അതല്ല. ഇനി ഒരു കറാമത്തില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് സാദാത്യങ്ങൾ. അതുപോലെ അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ വഴിപ്പെട്ട് അല്ലാഹുവിനെ ആരാധിച്ച് തഖ്വയോടുകൂടെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ആ മഹാന്മാരായ ആളുകൾ ആ മാനദണ്ഡത്തിൽ നമ്മൾ അവരെ സ്നേഹിക്കുന്നവരോട് ആദരവ് കാണിക്കുന്നു. ആ ആദരവ് നമ്മുടെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് അവരോടൊക്കെ മസാറുകളൊക്കെ ചെന്ന് നമ്മൾ ആദരവോടുകൂടെ ചെയ്യാം. മഹാന്മാരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കേവലം അവരോട് സ്നേഹം മാത്രമല്ല, നമ്മുടെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. നമ്മുടെ അമാലുകൾ ശ്രദ്ധിക്കണം. കുറെ ആളുകൾ നിസ്കാരത്തിലൂടെ എപ്പോഴും മക്കാമിലുണ്ടാവും. എന്നോട് സിയാറത്തിന് പോകും, നിസ്കരിച്ചില്ല. അങ്ങനെ ചില ആളുകളുണ്ട്. കുറെ ചെറുപ്പക്കാർ ചില ആളുകളൊക്കെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല. മറ്റേ മക്കാമിൽ സിയാറത്തിന് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുണ്ടാവില്ല. എല്ലാ മസാറിലും പോയിണ്ടാവും. നിസ്കാരത്തിന്റെ കാര്യം ശ്രദ്ധയില്ല, മാതാപിതാക്കളോട് ആദരവില്ല, ദീനിയായ വിഷയം മറ്റുള്ള കാര്യം ശ്രദ്ധിക്കൂല. എന്നാ മക്കാമിലൊക്കെ മുമ്പിൽ പോകും, നെരിയാണിക്ക് താഴെ തുണിയെടുക്കും, മുസ്ലിം രൂപത്തിൽ നടക്കും, നെൽസുകളൊക്കെ ഉണ്ടാകും. ദീനിയായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും പാലിക്കൂല.
എന്നാൽ മസാലൊക്കെ പോവുകയും ചെയ്യും. അങ്ങനെ കുറെ ആളുകളുണ്ട്. അതല്ല ഇസ്ലാം. അങ്ങനെയല്ല. മഹാന്മാരെ സ്നേഹിക്കണം. മഹാന്മാരായത് അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ വഴിപ്പെട്ട് സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചത് കൊണ്ടാണ്. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുന യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവത്തിൽ കാണാൻ കഴിയും. യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പറഞ്ഞു, പടച്ചോനെ, എനിക്കൊരു വലിയനെ കാണിച്ച നല്ലൊരു മനുഷ്യൻ, ഒരു ആബിദായി കാലഘട്ടത്തിൽ എന്റെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു നല്ല ആബിദായി എല്ലാ സമയം എനിക്ക് വേണ്ടി ആരാധന ചെയ്യുന്ന ഒരാളെ കാണിച്ചു തരണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പറഞ്ഞയച്ചു. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൂട്ടിയിട്ട് ഈ വലിയ മഹാൻ ആബിദനായ ആരിഫിനെ അല്ലാഹുവിനെ എല്ലാ സമയത്തും ആരാധന ചെയ്തുകൊണ്ട് ആൾ തീർന്നു. അയാൾ കയ്യും കാലൊക്കെ മുസ്ലിം കുഷ്ഠരോഗം, വെള്ളപ്പാട്, വലിയ കഷ്ടപ്പാടിൽ അയാൾ ജീവിക്കാൻ. അയാളുടെ ശരീരത്തിൽ ആകെ ഒറ്റ നിയമത്തെ ബാക്കി നിൽക്കുന്നുള്ളൂ. അത് അയാളുടെ 2 കണ്ണിന്റെ കാഴ്ചയുടെ ബാക്കി എല്ലാം പ്രയാസത്തിലാണ്. അവരിങ്ങനെ ചിന്തിച്ചു, ഈ മനുഷ്യൻ ശാരീരികമായി മുഴുവൻ തളർന്നുപോയ മനുഷ്യർക്ക് എത്ര ആരാധന ചെയ്യാൻ പറ്റും? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല സന്ദേശം അറിയിച്ചു, ജിബ്രീലെ, നിങ്ങൾ അയാളെ കണ്ണൊന്ന് തടവി കൊടുക്കുക. ആ സമയത്ത് ഈ മനുഷ്യന്റെ കണ്ണ് തടവിയപ്പോൾ സുബ്ഹാനല്ലാഹ്, അയാളുടെ 2 കണ്ണിന്റെ കാഴ്ച ആ സമയം നഷ്ടപ്പെട്ടുള്ള നിയമത്തിന്റേതു പോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹു ഈ മഹാനാണെന്ന് കാണിച്ചു കൊടുക്കുക. അല്ലാഹുവിന് എത്രമാത്രം ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവോട് ദ്വാരയ്ക്ക്, നിങ്ങൾ ദുആയെ അല്ലാഹു സ്വീകരിക്കും. ആമീൻ പറയാവുന്ന പ്രവാചകനാണ്, മറ്റൊന്നും മലക്കുമാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രാർത്ഥനയെ സ്വീകരിക്കുന്നതാണ്. നിങ്ങൾ അല്ലാഹുവോട് ദ്വാരയ്ക്കുക. അപ്പോഴാണ് പറഞ്ഞത്, അതിന്റെ കിട്ടൂല. എന്റെ റബ്ബി എനിക്ക് എത്ര അവയങ്ങളൊക്കെ അല്ലാഹു തആല ശക്തിക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞു. എന്റെ കണ്ണാണ് എനിക്ക് ബാക്കിയുള്ളത്. എന്റെ റബ്ബ് നഷ്ടപ്പെടുത്തി എനിക്ക് പ്രയാസമില്ല, അതിലെനിക്ക് ദുഃഖമില്ല, എനിക്ക് യാതൊരു വിഷമവുമില്ല. എന്റെ റബ്ബ് എനിക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്ന സമയം വരുമ്പോൾ അത് എനിക്ക് നൽകുന്നതാണ്. ഞാനിപ്പോ അത് ചോദിച്ച് പ്രാർത്ഥിച്ച് വാങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം ബന്ധമായിരുന്നു അല്ലാഹുമായിട്ട് അവർക്കുള്ളത്. അപ്പൊ ആരാധനയാണ്, അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് മഹാന്മാരെ മഹാന്മാരാക്കുന്നത്. ആ മഹാന്മാരുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് വേണ്ടത്. അവരെ പുകഴ്ത്തുക, അവരുടെ നന്മകൾ പറയാ, അവരുടെ മഹത്വങ്ങൾ പറയാ, അവരെ ഉറൂസുകൾ നടത്തുക, അവര് മരിച്ചുപോയതിനു ശേഷം അവരെ പുതിയ തലമുറക്ക് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ അവരൊക്കെ സ്നേഹിക്കാനുള്ള നല്ല ഒരു മനസ്സ് രൂപപ്പെടുത്തുക എന്നതായിരിക്കണം ഇത്തരം പരിപാടി ലക്ഷ്യം. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സും അതിലേക്ക് അല്ലാഹു തആല എത്തിച്ചു തരട്ടെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഹിദ്മത്ത് വലിയ സംഗതിയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് നിലനിർത്തണം. ഇവിടുത്തെ മദ്രസ സജീവമാകണം, ഇവിടുത്തെ ദീനീ പ്രവർത്തനം സജീവമാകണം. ഓരോ കാര്യങ്ങളും സജീവമായി ദീനിനോട് നല്ല ബന്ധമുണ്ടായി പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിലേക്ക് നമ്മുടെ ചുറ്റുഭാഗത്തുള്ള നമ്മുടെ അയൽവാസികളായ നമ്മുടെ കൂട്ടുകാരായ എല്ലാ മുസ്ലിമീങ്ങളെയും കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾ നിർവഹിക്കണം. നമ്മൾ മുസ്ലിമായാൽ മാത്രം പോരല്ലോ, മുസ്ലിമാവരോടുകൂടെ ഒരു കാമിലായ വിഷയം എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിലുള്ളവരാണ്. അവരാണ് മുസ്ലിമീങ്ങൾ, അവരാണ് കാമിലായ മുസ്ലിമീങ്ങൾ, അവരാണ് മുഅ്മിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരറിയാതെ മറ്റേതെങ്കിലും ആശയങ്ങളിലും ആദർശങ്ങളൊക്കെ പെട്ടുപോയവരുണ്ടെങ്കിൽ അവരെ നമ്മൾ ഈ വിശുദ്ധമായ വഴിയിലേക്ക് കൊണ്ടുവരണം. അവരെ സത്യമായ സന്നയിലേക്ക് നമ്മൾ ചേർക്കണം. അവരെ കുറ്റം പറഞ്ഞവർക്ക് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ മഹത്തായ വഴി എന്ന് പറയുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്താണ്. അതിനു വേണ്ടിയാണ് നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ ത്യാഗം ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതിനു വേണ്ടിയാണ് അവർ കഠിനാധ്വാനിച്ച് അതിവിടെ നിലനിൽക്കണം. ഇവിടെ ദീന നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങൾ ആദർശങ്ങൾ ഉണ്ടാകണം. നമ്മൾ മരിച്ചാൽ മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്നു, മയ്യത്തിനെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു, മയ്യത്തിന് വേണ്ടി മരണപ്പെട്ടാൽ 7, 14, 40 ആണ്ടുമൊക്കെ നമ്മൾ നടത്തുന്നു. ഇതൊക്കെയാണ് ദീൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ദീൻ. കേവല നിസ്കാരം നോമ്പ് മാത്രമല്ല, അതിന്റെ പഞ്ചസ്തംഭങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ നിലനിൽക്കാനുള്ള ഏറ്റവും വലിയ വഴി നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം ശരിയാകുക എന്നതാണ്.
ആ യഥാർത്ഥമായ വിശ്വാസം നമുക്കിവിടെ കാട്ടിത്തരുന്ന മാർഗമാണ് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത്. ആ വിശുദ്ധമായ വഴി ഇൻഷാ അല്ലാഹ് മരണം വരെ നിങ്ങൾ നിൽക്കുന്നത് പോലെ നിങ്ങളുടെ സന്താനം വരെ നിലനിൽക്കണം. നിങ്ങളുടെ പിന്തലമുറക്കാരും ഇവിടെ നിലനിൽക്കണം. ഇവിടുത്തെ മലയാളികളും കേരളത്തിൽ വന്നവരും അല്ലാത്തവരുമായ ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും ആ വിശുദ്ധമായ വഴിയിലൂടെ സഞ്ചരിക്കണം. അള്ളാഹുവിനോട് മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്ന വിശ്വാസം, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശ്വാസം, മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി യാസീൻ ഓതുന്ന വിശ്വാസം, മഹാന്മാരായ ആളുകളെ മുൻനിർത്തി അള്ളാഹുവിനോട് നമ്മുടെ വിഷമങ്ങൾ പറയുന്ന വിശ്വാസം, അതിവിടെ നിലനിൽക്കണം. ആ വിശ്വാസത്തിന്റെ കാര്യം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും സഹായിക്കുന്ന അള്ളാഹുവാണ്. അതിനകത്ത് തർക്കമില്ല. ഏത് വലിയ വലിയാണെങ്കിലും അത് വലിയത് വേണ്ട, അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സംഗതി നമുക്ക് ലഭിക്കണമെങ്കിൽ മുത്തുനബിയാണെങ്കിൽ പോലും മുത്തുനബിക്ക് സ്വന്തമായി സഹായിക്കാൻ സാധ്യമല്ല. അള്ളാഹു കഴിവ് കൊടുക്കണം. അതിന് തുല്യമാണ് കൊടുത്തപ്പം നമ്മൾ അല്ലാഹു അക്ബർ പറഞ്ഞു, പറഞ്ഞു. എന്നാൽ ഹയ്യ അലൽ പറഞ്ഞപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കണ്ടോ, മരണപ്പെട്ടവർക്ക് മാത്രമല്ല ജീവിച്ചിരിക്കുന്നവർക്ക് പോലും ഒരു സംഗതി ചെയ്യണമെങ്കിൽ ആര് സഹായം ചെയ്യണം? അല്ലാഹു തആല സഹായിക്കണം. അതിൽ മരണപ്പെട്ടവർ മരിച്ചാൽ സഹായിക്കുന്ന ചില ആളുകൾ പറയും, മരിച്ചവരൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു സഹായം ഒരാൾക്ക് ചെയ്തു കൊടുക്കണമെങ്കിൽ ഈ കോടി ഇറങ്ങിയിട്ട് ഒരാൾ താഴത്ത് വെയിറ്റ് ചെയ്യണം. ഒരു സംഗതിക്ക് വേണ്ടി അപ്പോൾ വരാൻ പറഞ്ഞ് ഇറങ്ങി പോകുമ്പോ ആ ഇറക്കത്തെ പൂർത്തീകരിക്കാതെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ റൂഹ് കൊണ്ടുപോകാൻ ആര് കഴിയും? അല്ലാഹുവിന് കഴിയും. അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക്, മരണപ്പെട്ടവർക്ക് മാത്രമല്ല ജീവിച്ചിരിക്കുന്നവർക്ക് പോലും ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കണമെങ്കിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകണം. അല്ലാഹുവിന്റെ കഴിവ് കൊടുക്കണം. ഇശാ നിസ്കാരത്തിന് വേണ്ടി പള്ളി നേരത്തെ ഒതുകൊടുത്ത് മഹദിന്റെ ബാക്കിൽ ഇരിക്കുന്ന പള്ളി ഒന്നാമത് സഫിൽ വന്ന് ഒതുകൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അയാൾ പറയേണ്ടത് എന്തെന്നെയാണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി തന്നെയാണ്. ഞാനിവിടെ എത്തിക്കണം, എനിക്കിപ്പം ചെയ്യണ്ട, ഞാൻ ലാഹുവിനെ ചെല്ലണ്ടെന്നില്ല. മൂപ്പർ ലാഹുവിനെ ചെല്ലണം. മൂപ്പർ ഉറപ്പില്ലല്ലോ. ഈ ജമാഅത്തിൽ ഇമാമിന്റെ പറയുന്നത് നിസ്കരിക്കാൻ പറ്റുമോ, പൂർത്തിയാക്കാൻ പറ്റുമോ ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. അത് പൂർത്തിയാക്കണമെങ്കിൽ അല്ലാഹു സഹായിക്കണം. അവ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് സഹായം നൽകണമെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകണമെങ്കിൽ, മരണപ്പെട്ടവർക്കും സഹായിക്കണമെങ്കിൽ അല്ലാഹു തആല സഹായിച്ചാൽ സാധിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ സ്വലാത്തുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി, മഹാന്മാരെ മുൻനിർത്തി, മഹാന്മാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് നമ്മൾ ദുആ ചെയ്യിപ്പിക്കുന്നതാണ്. അല്ലാഹുവിന്റെ സ്വീകാര്യത അതിൽ എളുപ്പമാകാൻ വേണ്ടി നമ്മൾ പരിശുദ്ധമായ അജ്മീറിൽ പോകുന്നത്, ഏർവാടിയിൽ പോകുന്നത്, മമ്രത്ത് പാപ്പാനരികിൽ പോകുന്നത്, പരിശുദ്ധമായ മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തആലയിൽ പോകുന്നത്. ഇവിടുന്ന് പറഞ്ഞ റസൂലുള്ളാഹി കേൾക്കാൻ കിട്ടുന്നില്ല. അവിടെ പോയാലേ കേൾക്കൂ, അങ്ങനെ അടുത്തുനിന്ന് കേൾക്കണമെന്നില്ല. എവിടുന്ന് കേൾക്കും, എവിടുന്ന് സലാത്തിലാണ് കേൾക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ പോയിരിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംതൃപ്തിയാണ്. അത് അനുഭവിച്ചറിയേണ്ട സംഗതിയാണ്. അതൊരാൾക്കും വിവരിച്ച് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റാത്ത ഒന്നാണ്. അത്രമേൽ വിശാലമായി കിടക്കുന്ന ഒരു ലോകമാണത്. അപ്പൊ മഹാന്മാരെ അരികെ ചെന്നിട്ടും അവരരികിലില്ലാത്ത രീതിയിലും ഇപ്പൊ നമ്മൾ അജ്മീർ പാപ്പാനും ഫാത്തിമാരും അള്ളാഹു നൽകുമല്ലോ. അജ്മീർ പോയവർക്ക് എന്താ, അവരടുത്ത് പോയവർക്ക് മറ്റും സംതൃപ്തി വേറെയാണ്. അടുത്ത് പോയി എങ്ങനെയാണ് ഓരോ എല്ലാ സംഗതി അങ്ങനത്തെയുള്ളൂ. ഒരു നമ്മുടെ പരിപാടി വലിയ നേതാവ് വലിയ ആര്യമുണ്ട്, മുന്നിൽ സംഘടനകൾ പോയിരിക്കും. തള്ളും ഞാൻ കാണാൻ പറ്റും. പക്ഷെ നമ്മളവിടെ നീട്ടു പോയിരിക്കുന്ന ആ മുഖത്തേക്ക് നോക്കിയിരിക്കുക, ആര്യങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുക. പരിശുദ്ധമായ കഅബയിൽ ചെയ്യുന്ന ആളുകൾ കഅബയെ ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടി മത്താഫിലേക്ക് തിക്കുതിരക്കിനിടയിലൂടെ പോകും. കഅബ ഇങ്ങനെ കണ്ടിരിക്കുക, അത് വലിയ കൂലിയാണ്. മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുക, വലിയ കൂലിയാണ്. പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കിയിരിക്കുക, അത് വലിയ കൂലിയാണ്. ഒരു സംഗതിയിലേക്ക് നോക്കുന്നത് പോലെ തന്നെ ആ സംഗതികളുടെ സ്മരിച്ചുകൊണ്ട് പറയുക എന്ന് പ്രധാനപ്പെട്ടപ്പോൾ മജ്‌ലിസിനൂർ പോലുള്ളത് നമ്മൾ ചെല്ലും. എന്താ കാരണം? അവരെങ്ങനെ സ്മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കൂലിയാണ്. അങ്ങനെയൊക്കെ നമ്മുടെ ഈമാൻ രക്ഷപ്പെടുത്തുക എന്നാണ് ഇതിന്റെ കാതലായ വശം. അത് നിലനിർത്താൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഇവിടെ നടക്കേണ്ടത്. അടുത്ത വർഷങ്ങളിലൊക്കെ ഈ സ്വലാത്തിന്റെ വാർഷികവും അതുപോലെ നമ്മുടെ വെള്ളിപ്പാറ്റ ആണ്ട് പരിപാടികളൊക്കെ വളരെ വിപുലമായി നടത്തി നമ്മുടെ കുട്ടികളൊക്കെ മദ്രസായി സംവിധാനത്തിലേക്ക് പറഞ്ഞേക്കുക. കുട്ടികളൊക്കെ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അവരൊക്കെ നമ്മുടെ ദീനിന്റെ മാർഗത്തിലൂടെ വളർത്തിക്കൊണ്ടുവരിക. നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന അൽഹംദുലില്ലാ. പക്ഷെ നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ഇത്തരം ദീനിയായ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാകണം.
അതിന് വേണ്ടിയിട്ടുള്ള പണി ഇപ്പോൾ നമ്മൾ തുടങ്ങണം. അവരിത്രയും വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സജീവമാക്കുക. നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ബന്ധപ്പെടുക. ഞങ്ങളിവിടെ വന്നതുപോലെ നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരണം. അവിടെ ഇവരുടെ ഞങ്ങളുടെ ഉപ്പാന്റെ ഖബർ അവിടെ ഉണ്ട്, താനൂര് കണ്ണന്തളിയിലുണ്ട്. അവിടെ വരണം. ബഹുമാനപ്പെട്ട തങ്ങൾ പാണക്കാട്, ബഹുമാനപ്പെട്ട PMS ഉപ്പായ തങ്ങളുടെ ഉപ്പാന്റെ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളിൽപ്പെട്ട പേരക്കുട്ടിയാണ്. അങ്ങനെ ഉപ്പാന്റെ വഴിയിലൂടെ ഉമ്മാന്റെ വഴിയിലൂടെ ഞങ്ങളുടെ ഉപ്പാന്റെ മകളുടെ കുട്ടിയുമാണ്. അപ്പൊ രണ്ട് തരീഖിലും എന്ന് പറഞ്ഞതുപോലെ രണ്ട് വഴികളിലൂടെയും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലെ വെല്ലൂരിൽ അന്തിയിറങ്ങുന്ന സെയ്ദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ ഇവരുടെ വല്യപ്പയാണ്. അള്ളാഹുവിനോട് ദർജ കൊടുക്കട്ടെ. ഞാൻ രാവിലെ ഇവരോട് പറഞ്ഞു, വലിയ മഹാനാണ്. നമ്മുടെ കേരളത്തിൽ മലബാർ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരോട് സമരം നടക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ എത്ര വെടിവെച്ചിട്ട് വെടികൊള്ളുന്നില്ല. അപ്പൊ എന്താ സംഗതി ആലോചിക്കാൻ വേണ്ടി എല്ലാവരും പിടിച്ചു പരിശോധിച്ചു. എല്ലാവരും അരികെ ഓരോ ചെറിയ ചെറിയ കെട്ടുണ്ട്, കൈക്കേലുണ്ട്. അപ്പൊ അത് കണ്ടു. അപ്പൊ അത് വെച്ച് അത് ഉണ്ടായിട്ടാണോ വെടികൊള്ളാൻ പരിശോധിക്കാൻ വേണ്ടി അത് വേറെ ജീവിക്ക് വേണ്ടിയിട്ട് അത് വെടിച്ചില്ല. അപ്പൊ അതിനും എന്തില്ല, വെടികൊള്ളുന്നില്ല. അപ്പൊ ഇവർക്ക് മനസ്സിലായില്ല ഇത് കിട്ടിയത് കൊണ്ടാണ്. പിന്നെ അവരടുത്ത അന്വേഷണം എന്താണ്, ഈ വെടികൊള്ളാത്ത രൂപത്തിൽ ഈ സാധനം കെട്ടിക്കൊടുത്ത ഉണ്ടാക്കി കൊടുത്ത ആളാരാണ്. അപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അത് സെയ്ദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളാണ്. അപ്പൊ അന്നത്തെ ഭരണാധികാരി ഈ വിഷയം പറഞ്ഞപ്പോൾ ഹുസൈൻ ആറ്റക്കോയ തങ്ങളോട് ബ്രിട്ടീഷുകാർ പോലീസുകാർ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളോട് ചോദിക്കുമാരാണ് എഴുതി കൊടുക്കും. നിങ്ങൾ പറഞ്ഞു ഞാൻ അറിയില്ല, ഞാനല്ലേ എഴുതി നിങ്ങൾ പറഞ്ഞത്, ഞാൻ അങ്ങനെ പറയില്ല. ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി, ഇസ്ലാമിക നിയമപ്രകാരം രക്ഷപ്പെടാൻ വേണ്ടി ശരിക്കും അവിടെ സത്യം പറയുക, അല്ല കളവ് പറയാൻ പ്രശ്നമില്ല. ഇസ്ലാം അംഗീകരിക്കുന്ന കളവ് പറയുന്ന ഒരു മേഖലയാണ്. പക്ഷെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാൻ എഴുതി കൊടുത്തത്. അദ്ദേഹം നാട് കടത്തി, വെല്ലൂരിലേക്ക് നാട് കടത്തി. ആ വല്യപ്പയാണ് വെല്ലൂർ വാക്കിയാത്തിന്റെ തൊട്ടപ്പുറത്തുള്ള അവിടുത്തെ പള്ളി നന്ദിയിറങ്ങുന്നത്. നിങ്ങൾക്ക് അടുത്ത് അവിടെ സിയാറത്തിന് പോയി ദർജ വൃത്തി കൊടുക്കട്ടെ. അങ്ങനെ വളരെ വാക്കിന്റെ ഫലമുള്ള അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച ഒരുപാട് മഹാന്മാരുടെ ത്വരീഖിലൂടെയുള്ള ഒരു വഴിയാണ് ഈ പരിശുദ്ധമായ ദിക്റുകളും സ്വലാത്തുകളും വഴികളൊക്കെ. അവരൊക്കെ സ്ഥാപിച്ച ദിക്റുകൾ ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ എല്ലാ തിങ്കളാഴ്ച നടന്നു വരികയാണ്. അവിടെ 10-50 വർഷത്തോളമായി സ്വലാത്തിന്റെ മജ്‌ലിസ് മുറിയാതെ നടന്നു വരിക. ചിലപ്പോൾ കുറെ ആളുണ്ടാവും, ചിലപ്പോൾ കുറച്ചാളുണ്ടാവും. എന്നാൽ ആള് പറഞ്ഞാലില്ലെങ്കിലും ആളുണ്ടെങ്കിലും കോവിഡ് കാലത്ത് പോലും അത് മുടങ്ങാതെ അൽഹംദുലില്ലാഹ് 2-3 ആളുകൾ കൂടിയിട്ടെങ്കിലും നടത്തിയിട്ടുണ്ട്. ഉപ്പയുള്ള കാലത്ത് ധാരാളം ആളുകൾ കൂടി ഞങ്ങളുടെ വീട്ടിലും ഉപ്പാന്റെ വഫാത്തിന് ശേഷം പിന്നീട് ഉപ്പയുടെ വഫാത്തിന് അവസാന കാരണം ഉണ്ടാക്കിയ പള്ളിയിൽ ഇപ്പൊ മറവിട്ട് കിടക്കുന്ന പള്ളിയിൽ വെച്ച് ഇപ്പോൾ അൽഹംദുലില്ലാഹ് അവിടെ വിപുലമായി തന്നെ സ്വലാത്ത് മജ്‌ലിസുകളൊക്കെ നടന്നു വരുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അവിടേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങളൊക്കെ സാധിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അവിടെ ട്രെയിൻ മാർഗമോ വണ്ടി പിടിച്ചിട്ടൊക്കെ എത്തിയ ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് വന്ന് സിയാറത്തൊക്കെ ചെയ്ത് നമുക്ക് ബന്ധങ്ങളൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണം. ഇങ്ങനെ ഒരു ബന്ധം കൂടുതൽ സുദൃഢമാക്കാൻ വഴിയൊരുക്കിയത് ബഹുമാനപ്പെട്ട ബാഫുനിയാണ്. ഞങ്ങൾ മക്കയിൽ വെച്ച് അദ്ദേഹത്തെ കാണുകയും അങ്ങനെ പരിപാടി നിങ്ങൾ വിളിക്കുന്നു പറഞ്ഞു. ചിലരങ്ങനെ വിളിക്കുന്നൊക്കെ പറഞ്ഞു, ഇങ്ങനെ വിളിക്കാനൊന്നുമില്ല, എന്തുമില്ല. മക്കയെ അതുപോലെ തന്നെ പ്രസിദ്ധങ്ങൾ വിളിച്ചു, ലൈറ്റൊക്കെ വാങ്ങി ഒന്നുമില്ല ഇവിടെ എത്താനും ഈ പരിപാടിയിൽ സംഗമിക്കാനും നിങ്ങളൊക്കെ കാണാൻ കഴിയുന്ന സന്തോഷമുണ്ട്. ഈ ബന്ധവും ഈ നമ്മുടെ തമ്മിലുള്ള സ്നേഹബന്ധം അല്ലാഹു തആല നമ്മൾ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ബന്ധമാക്കി മാറ്റട്ടെ. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. എല്ലാ ആഫത്ത് മുസീബത്തിൽ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. ഔദുൽ കൗസർ നൽകണേ അല്ലാഹ്. ഹബീബിനെ സ്നേഹിച്ച് ഹബീബിന്റെ പേരമക്കളെ സ്നേഹിച്ച് ഈ ഒരുമിച്ച് കൂടിയ ഓരോ ആളുകൾക്കുമുള്ള ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാ ആഫത്ത് മുസീബത്തിൽ നിന്നും കാവല് നൽകണേ അല്ലാഹ്. എല്ലാ വിജയങ്ങളും നൽകണേ അല്ലാഹ്. ഇവിടെ ചൊല്ലുന്ന സ്വലാത്ത് സലാമുകൾ ദിക്റുകളൊക്കെ നീ സ്വീകരിക്കണം റബ്ബേ. എല്ലാ ഖൈറുകളും ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങളുടെ മരണത്തിന് മുമ്പ് ഒരു തവണയെങ്കിലും യഖദത്തിലോ മനാമിലോ ഒന്ന് കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ നാടല്ലാത്ത മറ്റൊരു നാട്ടിലാണ് ഞങ്ങളുടെ മരണമെങ്കില് അത്
അത് മദീന മദീന മദീനയാക്കി തരണേ അല്ലാഹ്. അവിടെ വെച്ച് മരിക്കാനും അവിടുത്തെ പരിശുദ്ധമായ ജന്നത്തുൽ ബഖീൽ അന്തിയുറങ്ങാനും ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് താ അല്ലാഹ്. ഈ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.